ഇൻ്റർനെറ്റ് വന്നതിന് ശേഷം നമ്മുടെ ലോകം വല്ലാതെ മാറിപ്പോയി. നമുക്ക് ദൂരെ ഒന്നും പ്രശ്നമില്ല, ദൂരെ ഇരിക്കുന്ന ആളുകളെ നേരിട്ട് കണ്ട് സംസാരിക്കാം. അതിന് ഏറ്റവും വലിയ സംഭാവന നൽകിയിരിക്കുന്നത് ഗൂഗിൾ എന്ന ആഗോള ഭീമനാണ്. ഗൂഗിൾ ഉണ്ടാക്കി തന്നിട്ടുള്ള സംവിധാനം മെയിൽ മുതൽ ഗൂഗിൾ ചാറ്റാണ് പണ്ട് തുടങ്ങിയത്. പിന്നെ ഗൂഗിൾ മീറ്റ് കോൺഫറൻസുകൾ വരെ, വലിയ അന്താരാഷ്ട്ര രാജ്യങ്ങൾ തമ്മിലുള്ള മീറ്റിംഗ് വരെ ഗൂഗിൾ മീറ്റിൽ നടത്താവുന്നതായി. അങ്ങനെ വലിയ മാറ്റം ഗൂഗിളും ഇൻ്റർനെറ്റും കൊണ്ടുവന്നു. പക്ഷെ ഗൂഗിൾ ഇനിയും ലോകത്തെ ആകെ, മനുഷ്യൻ്റെ ജീവിതത്തെ അടിമുടി മാറ്റാൻ പോവുകയാണ് എന്ന് പറയുന്നു. എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇത് വളരെ ഇൻഫോർമേറ്റീവാണ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, ഈ വീഡിയോ മുഴുവൻ കാണണം. അപ്പം എന്താണ് ഗൂഗിളിൻ്റെ പുതിയ പ്രഖ്യാപനങ്ങൾ? ഗൂഗിൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഗൂഗിളിൻ്റെ CEO നമ്മുടെ തമിഴ്നാട്ടുകാരൻ സുന്ദർ പിച്ചൈ അനൗൺസ് ചെയ്തു. അത് ശരിക്കും നമ്മളൊന്ന് തുടക്കം മുതൽ അവസാനം വരെ കാണേണ്ട ഒരു സംഗതിയാണ്. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം മാറ്റിമറിക്കുന്നത് മാത്രമല്ല, ലോക സമ്പദ് വ്യവസ്ഥയെ പോലും മാറ്റിമറിക്കും. എന്തിനു പറയുന്നത്, ഹോളിവുഡിനെ പോലും ലോക സിനിമയെ പോലും മാറ്റിമറിക്കും. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് ഇപ്പോൾ ആദ്യം അത് നമ്മൾക്ക് അനുഭവപ്പെടാൻ പോകുന്നത് ഈ ഗൂഗിൾ മീറ്റിലാണ്. അപ്പോൾ ഗൂഗിൾ മീറ്റ് ഇപ്പോൾ നമുക്ക് ഇപ്പോഴും ഗൂഗിൾ മീറ്റിൽ ലഭ്യമാണ്. ഇപ്പോൾ എന്നാലും കുറച്ച് ബഫറിങ്ങും മറ്റ് കുറച്ച് ഒരു കേൾക്കായ്മയും ഒരു സുഖമില്ലായ്മയൊക്കെ തോന്നും. അത് നെറ്റിന്റെ ഒരു സ്പീഡിന്റെ പ്രശ്നമുണ്ട്. എങ്കിലും നമുക്കൊരു എന്താണ് പറയുക, ചില സമയങ്ങളിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷെ ഇതല്ല, ഇത് ശരിക്കും 3Dയിലാണ് വരുന്നത്. 3Dയിലാണ്. അപ്പോൾ 3Dയിലുണ്ടായി കാണാൻ സ്പെക്കൊക്കെ വേണ്ടേ? ഗ്ലാസ് ഒരാവശ്യമില്ല. നമ്മളിങ്ങനെ ഇത് ഓപ്പൺ ഒരു പിന്നെ സ്പെക്സിൻ്റെ അതല്ലെങ്കിൽ ഒരു സാധാരണ നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് പോലെ നമ്മൾ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീനിൽ ഇപ്പോൾ എനിക്ക് ത്രിമാന രൂപത്തിൽ സുനിലിനെ ഇതേപോലെ കാണുന്ന രീതിയിൽ കണ്ട് സംസാരിക്കാം. അപ്പം നിങ്ങളുടെ മുഖത്തുണ്ടാവുന്ന ചെറിയ എക്സ്പ്രഷൻസ്, ഇപ്പോൾ മീറ്റിങ്ങുകളിലൊക്കെ ഏറ്റവും ഈ പേഴ്സൺ ടു പേഴ്സൺ മീറ്റിങ്ങിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സംഗതികൾ ഈ മുഖത്തെ എക്സ്പ്രഷൻസ് വളരെ പ്രധാനമാണ്. വിശേഷിച്ചും ഈ കമ്പനികളുടെ മീറ്റിങ്ങും ഒക്കെ ആവുന്ന സമയത്ത്. അപ്പോൾ ഇതൊക്കെയാണ് ഡിസിഷൻ മേക്കേഴ്സിനെ സംബന്ധിച്ച് ഡിസിഷൻ മേക്കിങ്ങിലേക്ക് നയിക്കുന്ന പ്രധാന ഘടകങ്ങൾ. അപ്പോൾ ഈ 3 ഡയമെൻഷനിൽ ഇത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്. അത് ഈ വർഷം അവസാനം ഇതെല്ലാം ലഭ്യമാക്കാനാണ് ഒരു ഉദ്ദേശം. അതേപോലെ തന്നെ ഇൻസ്റ്റൻറ്റ് ട്രാൻസ്ലേഷൻ ലാംഗ്വേജ്. ഇപ്പം ഞാനിപ്പോൾ നമ്മൾ തമ്മിൽ പരസ്പരം സംസാരിക്കുന്നു. ഈ സംസാരിക്കുന്ന ഇതേ അവസ്ഥയിൽ തന്നെ എൻ്റെ ശബ്ദം അവിടെ സഞ്ചരിച്ച് സുനിലിൻ്റെ ചെവിയിലെത്തി സുനിലിന് മനസ്സിലാക്കുന്ന ഏതാണ്ട് അതിനോടടുത്ത സമയത്ത് തന്നെ ഞാനീ പറയുന്നത് ഏത് ഭാഷയിൽ ഉദാഹരണത്തിന് സുനിൽ റഷ്യക്കാരനാണെന്ന് വിചാരിക്കുക. എൻ്റെ സീറ്റിൽ റഷ്യക്കാരനിരിക്കുന്നു. അയാൾ റഷ്യക്കാരന് റഷ്യൻ മാത്രമേ അറിയാവുള്ളൂ, അത്രേ ഉള്ളൂ. ആ റഷ്യൻ പൂർണ്ണമായിട്ടും അയാൾക്ക് മനസ്സിലാവും. റഷ്യക്കാരനോട് മലയാളത്തിൽ സംസാരിച്ചാൽ മതി. റഷ്യക്കാരനോട് മലയാളത്തിൽ സംസാരിച്ചാൽ റഷ്യക്കാരന് അത് റഷ്യനിൽ കേൾക്കാൻ പറ്റും, തീർച്ചയായിട്ടും കേൾക്കാൻ പറ്റും. അപ്പോൾ റഷ്യക്കാരനായ ഞാൻ റഷ്യൻ ഭാഷയിൽ മറുപടി പറഞ്ഞാൽ അങ്ങേക്ക് മലയാളത്തിൽ കേൾക്കാൻ പറ്റും. അപ്പോൾ ലോകത്ത് മുഴുവൻ ഈ ലാംഗ്വേജ് ബാരിയർ എന്നുള്ള സംഗതി ഈ ഒരു സംഗതിയോടുകൂടി പൂർണ്ണമായിട്ടും അത് ഇല്ലാതാകാൻ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തുറന്നു വരുന്ന സാധ്യതകൾ ആലോചിക്കണം. ഇതിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ളവരുടെ അവസ്ഥ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഈ പിന്നെ റിസോഴ്സസും സാധ്യതകളും ഒക്കെ ഉള്ള ആൾക്കാർ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ പോലും ഉണ്ട്, കഴിവുകളുള്ളത്. ഇവർക്ക് ഈ പലരുടെയും കഴിവുകൾ വിൽക്കാൻ അറിയുന്നില്ല. ഇപ്പോൾ ഒക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പം അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു ഭാഷയുടെ ഇതില്ലാത്ത കാരണം, മലയാളം മാത്രം അറിയാവുന്നൊരു വ്യക്തിക്ക് അയാൾക്ക് അറിയാവുന്ന ഒരു വിദ്യയോ അതല്ലെങ്കിൽ അയാളുടെ ഭാഗത്തുള്ള ഒരു പ്രദേശത്തുള്ള ഏതെങ്കിലും മരുന്നുകളോ അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രകൃതി വിഭവങ്ങളോ അല്ലെങ്കിൽ അയാളുടെ കലാ പ്രകടനങ്ങളിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ബിരുദുകളിൽ ഉണ്ടാക്കുന്ന സംഗതികളൊക്കെ വ്യാപാരം ലോകത്തിന് എവിടെ വേണമെങ്കിലും അയാൾക്ക് കണ്ടെത്താനും പറ്റും, വിപണനം ചെയ്യാനും പറ്റും. അത് ഈ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചുണ്ടാകുന്ന ഒരു സാധ്യതയാണ് കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അടുത്ത ഏറ്റവും വലിയൊരു വിപ്ലവകരമായ മാറ്റം വരാൻ പോകുന്നത് ഈ ഫ്ലോ എന്ന് പറയുന്ന ഒരു സംഗതി ഗൂഗിളിൻ്റെ ഇതെല്ലാം കസ്റ്റമേഴ്സിനുള്ള സാധനമാണ്. ഇതെല്ലാം ഈ ഫ്ലോ ആൾറെഡി അമേരിക്കയിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അവർ ട്രയൽ കസ്റ്റമേഴ്സിന് ഇട്ട് കൊടുത്ത് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഫ്ലോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ വ്യക്തികൾ തന്നെ, ഇപ്പം നമുക്കൊരു സിനിമ ഉണ്ടാക്കണം. ഈ സിനിമ ഉണ്ടാക്കാനായിട്ട് നമുക്ക് കറക്റ്റ് ഈ പ്രോംപ്റ്റ് ഇതിന് ഫ്ലോയിലേക്ക് കൊടുത്താൽ മതി. കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളൊരു കഥാപാത്രത്തിന്, ഇപ്പോൾ മോഹൻലാലിനെ പോലൊരു കഥാപാത്രമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതേപോലൊരു കഥാപാത്രത്തിന് നമുക്ക് സജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ യഥാർത്ഥ ജീവസുള്ള ആ കഥാപാത്രം അതൊരു പക്ഷേ ഇവരുടെ പിക്ക് ചെയ്യുന്നത്
മുഴുവൻ ഈ യൂട്യൂബ് അവരുടെ ഇതിൽ കിടക്കുകയാണ്. യൂട്യൂബ് എന്ന് വെച്ചാൽ അറിയാലോ, അവരുടെ ആ ഒരു സമ്പത്ത് അറിയാമല്ലോ, യൂട്യൂബ് അവരുടെ പ്രോപ്പർട്ടിയുമാണ്. ആ യൂട്യൂബിൽ നിന്നുള്ള ഈ സംഗതികൾ എടുത്തിട്ടാണ് ഒരു ഷേപ്പുകളിലേക്ക് പോകുന്ന സാധനം. അപ്പോൾ അതുകൊണ്ട് ഒരിക്കൽ പോലും ഇതൊരു ആർട്ടിഫിഷ്യലാണെന്ന് നമുക്ക് തോന്നത്തില്ല. ഇപ്പം നമ്മൾ എങ്ങനെ തന്നെ ആർട്ടിഫിഷ്യൽ ഫോം ഇപ്പോൾ ഷേപ്പുകൾ ഉണ്ടാക്കിയാലും ഇപ്പം നമുക്കൊരു ആർട്ടിഫിഷ്യാലിറ്റി ആണെന്ന് തോന്നും. പക്ഷേ ഇതിനകത്ത് ഈ ഫ്ലോയിൽ ഒരു സാധനം ചെയ്യുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ അല്ലെ കൃത്രിമമാണെന്നുള്ള തോന്നലുണ്ടാവുകയും ചെയ്തില്ല. അപ്പം നമുക്കിപ്പോൾ ഈ എമ്പുരാനൊക്കെ എത്രയോ കോടി 120 150 കോടി ചെലവഴിക്കുന്നു പറയുന്നു. ആ എമ്പുരാനെ കാട്ടി ഒരു 100 എമ്പുരാൻ വേണമെങ്കിലും നമുക്ക് നമ്മളുടെ ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അതായത് നടീനടന്മാരൊന്നും വേണ്ട, ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്കും പോകുന്നു. അപ്പോൾ അതൊന്നും ഇല്ലാതാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിൻ്റെതായ ഡൈനാമിക്സ് ഒക്കെ വരും. എത്രയാണെങ്കിലും കൃത്രിമമായ സാധനങ്ങൾക്ക് അതിൻ്റെ സംഗതി ഉണ്ടാവും. പക്ഷേ ആ ഒരു തലത്തിലേക്ക് പോകും. അല്ല, ഇപ്പോൾ തന്നെ AI ഉപയോഗിച്ച് ഇത്തരം കഥാപാത്രങ്ങളെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഉണ്ടാക്കുന്നെങ്കിൽ ഇപ്പം നമുക്കിപ്പോൾ മഞ്ജു വാര്യരെ പോലൊരു കഥാപാത്രത്തെ നമുക്ക് AI ഓർത്തിരിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല ഇല്ല എന്ന് പറയുന്ന പോലെ നമുക്കിപ്പോൾ ഒരു കഥാപാത്രത്തിനെ നമുക്ക് സൃഷ്ടിക്കാൻ വേണമെങ്കിൽ ഇപ്പോൾ നാളെ അവിടെയൊക്കെയാണ് സാധ്യതകൾ വരുന്നത്. ഇപ്പോൾ എനിക്കൊരു നല്ലൊരു കഥാപാത്രത്തിന്, നല്ല ആകർഷകമായ ഒരു കഥാപാത്രത്തിന് എനിക്ക് വേണമെങ്കിൽ ഓൺ ചെയ്യാം. ഓൺ ചെയ്തിട്ട് വേണമെങ്കിൽ എനിക്ക് കാൾ ഷീറ്റ് കൊടുത്തിട്ട് വേണമെങ്കിൽ ഇപ്പം അതൊരു ഭയങ്കര ഇപ്പം മോഹൻലാലിനെ പോലൊരു കഥാപാത്രം ഹിറ്റാവുകയാണെന്ന് വിചാരിക്കുക. ആ കഥാപാത്രത്തിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു നാളെ അതെന്റെ പ്രോപ്പർട്ടി ആയിരിക്കും. അയാളെ വെച്ച് പുതിയ പടങ്ങൾ ചെയ്യണമെങ്കിൽ എനിക്ക് പൈസ. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധ്യതകളിലേക്ക് പോകുന്നു. ഇത് തുറന്നിട്ട് ജസ്റ്റ് ഇപ്പോഴും നമുക്കിവിടെ എത്തിയിട്ടില്ല സാധനം. പ്രാഥമികമായ വിവരങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. ഈ രീതിയിൽ സിനിമ ഇൻഡസ്ട്രിയെ പോലും ഇത് മാറ്റിമറിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് ചലഞ്ചസ് നേരിടുന്നുണ്ട്. ഇപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ആർട്ടിഫിഷ്യൽ ആണെന്ന് പറയത്തില്ല. ഇതിനകത്ത് റിയൽ ഏതാണ് പിന്നെ ആർട്ടിഫിഷ്യൽ ഏതാണെന്ന് തിരിച്ചറിയാൻ വയ്യാത്തത് കൊണ്ട് ഈ ഒരുപാട് ഫേക്ക് സാധനങ്ങളും വരും. ഇപ്പം മാധ്യമങ്ങളൊക്കെ വളരെയധികം ഈ വിശേഷിച്ചും എസ്റ്റാബ്ലിഷ്ഡ് മാധ്യമങ്ങൾ, അവരുടെയൊക്കെ ക്രെഡിബിലിറ്റിയിലെ മുമ്പിലൊക്കെ വലിയൊരു ചോദ്യചിഹ്നമാണ് സാധനം. കാര്യം ഏതാണ് അത് ചെക്ക് ചെയ്യാനായിട്ട് അത് വളരെ പ്രയാസമായിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് വെല്ലുവിളികളൊക്കെ വരുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ. അപ്പോൾ ഇതിനകത്ത് പിന്നെ ഗവൺമെൻറ്റുകൾക്ക് ഒരുപാട് നിയമനിർമ്മാണങ്ങളിലേക്കും പോണ്ടി വരും. കാര്യം ഇത് ഒരു വല്ലാത്ത ഒരു ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു ലോകത്തിലേക്കാണ് ഇത് തുറന്നു കൊടുക്കുന്നത്. മാത്രമല്ല ഇപ്പം ഈ IT ഈ ഇൻ്റർനെറ്റ് വേൾഡിൽ കേൾക്കുന്നത്, ഇപ്പം നമുക്ക് ഈ കഴിഞ്ഞ 2 വർഷം മുമ്പ് വരെ ChatGPT വന്നപ്പോഴും AI കാര്യത്തിൽ ഈ പിന്നെ ChatGPT ആയിരുന്നു കൂടുതൽ മുമ്പിൽ നിൽക്കുന്ന സാധനം. പക്ഷേ ChatGPTയും ഗൂഗിൾ ഏറ്റെടുത്തു അല്ലെങ്കിൽ ഏറ്റെടുത്തു എന്നൊക്കെയുള്ള സംഗതികൾ കേൾക്കുന്നുണ്ട്. അത് നമുക്കറിയില്ല സംഗതി. പക്ഷേ ChatGPTയെക്കാട്ടൊക്കെ വളരെ ദൂരേക്ക് ഗൂഗിൾ പൊയ്ക്കഴിഞ്ഞിരിക്കുന്നുള്ളതാണ്. $75 ബില്യൺ അവരിതിലേക്ക് മാത്രം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അതാണ് ഈ ഗൂഗിൾ പിന്നെ ജെമിനൈ സീസണിനാണ് ഇതിനെ അവതരിപ്പിച്ചുകൊണ്ട് ഗൂഗിൾ പിന്നെ സുന്ദർ പിച്ചൈ പറഞ്ഞിരിക്കുന്നത്. അതായത് എല്ലാ നിമിഷവും എല്ലാ ദിവസവും ഈ ജെമിനൈയുടെ സീസൺ എന്ന് പറഞ്ഞിട്ടാണ്. ജെമിനൈ എന്ന് വെച്ചാൽ അവരുടെ ഈ ടൂളാണ് സാധനം, സിരി പോലെയൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ഒരു മാറ്റത്തിലേക്കാണ് നമ്മൾ ഈ ലോകം ഇനി വരുന്ന ഏതാനും മാസങ്ങൾക്ക് ശേഷം പോകാൻ പോകുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ ഈ ഒരു സാധ്യതയൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ കഴിവുള്ള, ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഈ സാധ്യതകൾ, വൈവിധ്യമാർന്ന സാധ്യതകൾ ഉപയോഗിക്കാൻ ശേഷിയുള്ള ഒരു ജനതയാണ് നമ്മൾ മലയാളികൾ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ മലയാളികൾ ഇപ്പോഴും ഒരു ചെറിയ വട്ടത്തിനകത്ത് കിടന്ന്, അപ്പോൾ നമ്മൾ നോക്കുക, ഇപ്പോൾ ഒരു കുറേ ദിവസത്തേക്ക് നമുക്ക് വേടനായി. അതിനുശേഷം ഈ പറഞ്ഞതുപോലെ 60കളിലെ 80കളിലെയും രാഷ്ട്രീയമാണ് ഇപ്പോൾ ഇവിടെ പ്രയോഗിക്കുന്നത്. മാധ്യമങ്ങളിലേക്ക് നോക്കുക, മാധ്യമങ്ങളിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ, ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇപ്പോൾ ട്രോളിംഗ് ആണ്. ഇപ്പോൾ പത്രങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട പത്രങ്ങളുടെയൊക്കെ ഹെഡ്ലൈൻസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ട്രോള് മാതിരിയാണ്. അപ്പോൾ അവിടെയൊക്കെ അത് കാണിക്കുന്നത് ആ ഒരു സർഗാത്മകതയുടെ രാഹിത്യം, ഈ കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ചിട്ട് ഈ മാറ്റത്തെ അവർക്ക് പങ്കുവയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു മുരടിപ്പിൻ്റെ അവസ്ഥയിലാണ് കേരളം കിടക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഇനിയിപ്പം സർക്കാരുകളുടെ ഭാഗത്തു നിന്നോ അതല്ലെങ്കിൽ പിന്നെ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നോ ഒന്നും നമുക്ക് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. മറിച്ച് ഇവിടെ ഓരോ കുട്ടികളും, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ തുടങ്ങി, ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ഈ മാറ്റത്തെ തിരിച്ചറിയേണ്ടതാണ്. മാത്രമല്ല ഇന്ത്യക്ക് വരാൻ പോകുന്നൊരു നേട്ടം, കാരണം ഡീപ് സീക്ക് വന്നതിൻ്റെ 48 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ IT മിനിസ്റ്റർ അശ്വിനി നമ്മുടെ സംരംഭം അത് ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഒക്ടോബറാണ് പറഞ്ഞിരിക്കുന്നത്. ഒക്ടോബർ മുമ്പ് വരും. കാര്യം അവർ 10 മാസം വരെ പറഞ്ഞിരിക്കുന്നത്, 6 മാസം മുതൽ 10 മാസം വരെ ഏകദേശം അത് പൂർത്തീകരണത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു.
അത് ലോകത്തില്ലാത്തൊരു മോഡലാണ് ഇന്ത്യയിൽ വരാൻ പോകുന്നത്. അതായത് കോമൺ കമ്പ്യൂട്ട് ഫെസിലിറ്റി. ഇതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്ന കമ്പനികളുടെ എല്ലാം കൂടെ കൈവശമുണ്ടായിരുന്ന GPUs 19,500 GPS ഒന്നിച്ചൊരു സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് ഇതെല്ലാവർക്കും ഉപയോഗിക്കാവുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നു. ഓരോ വ്യക്തിക്കും ഉപയോഗിക്കാം. ഒരു മണിക്കൂറിന് $1. ഇതാണ് അതിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള അനന്ത സാധ്യതകളിലേക്കാണ് ലോകം മാറുന്നത്. അതിനോട് ചേർന്നിട്ട് വേണം നമ്മൾ ഈ ഗൂഗിളിൻ്റെ ഇപ്രാവശ്യത്തെ സുന്ദർ പിച്ചയുടെ കീനോട്ട് അഡ്രസ്സിനെയും നമ്മൾ കാണേണ്ടതെന്നുള്ളതാണ്. ഏതായാലും വലിയ സാങ്കേതിക രംഗം എന്നാണോ പറയാവുന്നത്? അല്ല, IT രംഗത്ത് ഇൻഫർമേഷൻ ടെക്നോളജി അല്ല, ജീവിതത്തിനെ മാറ്റുകയാണ്. IT രംഗത്തെ ഈ മാറ്റം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവിതം അടിമുടി മാറ്റുകയാണ്. നമ്മൾ ഇതുവരെ കണ്ട മാറ്റങ്ങളല്ല വരാൻ പോകുന്നത്. അല്ല, സ്മാർട്ട് ഫോൺ വന്നപ്പോൾ തന്നെ നമ്മുടെ ജീവിതം എങ്ങനെയൊക്കെ മാറി. ഇനി അതിന്റെ അടുത്ത വെർഷനിലേക്ക് നമ്മൾ മാറുന്നു എന്ന് പറയുമ്പോൾ അതെ. അല്ല, ഈ ChatGPT വന്നപ്പോൾ തന്നെ ഉണ്ടായ മാറ്റം ആലോചിച്ചു. അതെ. അല്ല, ഞാൻ ആലോചിക്കുകയാണ്, ഇപ്പോൾ നമ്മളെയൊക്കെ ഈ കാനഡയിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ ആളുകൾ വീഡിയോ കോൾ വിളിക്കുന്നുണ്ട്. നമുക്കൊരു 10 വർഷം മുമ്പ് വിദേശത്തേക്കുള്ളൊരു കോൾ വിളിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു ചിന്തിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആണെങ്കിൽ പോലും വാട്സാപ്പ് നിരോധിക്കപ്പെട്ട രാജ്യമാണെങ്കിൽ ബോട്ട് ടീം എന്നുള്ള ആപ്പ് ഉപയോഗിച്ച് ആളുകൾ ഫ്രീ ആയിട്ട് വിളിക്കുക. അതെ. അപ്പോൾ അതൊക്കെ ഞാൻ പറയുന്നത് വളരെ നിസ്സാരമായി മാറാൻ പോവാണ്. ആ ഒരു സംഗതികൾ പോലും നിസ്സാരമായി മാറിയിട്ട് ഇതിനകത്ത് ഒരുപാട് സാധ്യതകളാണ് നമ്മുടെ മുമ്പിൽ തുറന്നു വരുന്നത്. ഒരുപാട് തൊഴിലവസരങ്ങൾ മാത്രമല്ല, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മളിപ്പോൾ ഈ നമ്മുടെ കേരളത്തിലെ ഇപ്പോൾ NEP-ക്കെതിരെ ശക്തമായിട്ട് ഞങ്ങൾ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ഇപ്പം നമ്മുടെ കേരള സർക്കാർ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഡേറ്റ വെച്ചിട്ടുള്ള എല്ലാ കസർത്തുകളും നമ്മളുടെ തല ആവശ്യമില്ല, ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതെ. മറിച്ച് ഇനി എന്താണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്? നമുക്കിനി ഉപയോഗിക്കാൻ പറ്റുന്ന ടാലൻ്റാണ്, സർഗാത്മകതയാണ്. ഇതിനെ എങ്ങനെ പുറത്തു കൊണ്ടുവരാൻ പറ്റും? അതിന് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള എഡ്യൂക്കേഷനുള്ള മാത്രമേ, അതിന് മുമ്പോട്ട് വന്നെങ്കിൽ മാത്രമേ ഈ സംഗതികളെ മുഴുവൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. മാത്രമല്ല, വിദ്യാഭ്യാസ യോഗ്യത പോലും പ്രസക്തമല്ലാത്ത അവസ്ഥയിലേക്ക് വരുന്നു. അതെ. ഉദാഹരണത്തിന് എൻ്റെ മകൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടിയുടെ കാര്യം പറയാം. അയാൾ ഏതാനും വർഷങ്ങൾ മുമ്പാണ് എൻ്റെ മകനുടെ ഭാവൻസിൽ പഠിക്കുന്ന സമയത്ത് അവൻ്റെ ക്ലാസ്സിലൊരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. അധ്യാപകരെല്ലാം കൂടെ അവൻ 10th എത്തുമ്പോഴത്തേക്ക് തോൽപ്പിക്കേണ്ടി വരും എന്ന് വാൺ ചെയ്തു. കാര്യം എല്ലാത്തിലും 50% മാർക്ക് കിട്ടത്തുള്ളൂ. 100% വിജയം കിട്ടുന്ന സ്കൂളാണ്. അങ്ങനെ അവന് അവസാനം അവൻ്റെ അച്ഛനാണെങ്കിൽ അവന് ഓരോ ഓപ്പൺ ഹൗസിന് വരുമ്പോഴത്തേക്ക് ഇത് ഇവർ പറഞ്ഞാലും മൈൻഡ് ചെയ്യാതെ, അദ്ദേഹം കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ഒരു അധ്യാപകൻ കൂടിയാണ്, ഇങ്ങനെ വിട്ടിരുന്നു. അങ്ങനെ 9ാം ക്ലാസ് വന്ന സമയത്ത് അപ്പോൾ ഇവനിങ്ങനെ കൂട്ടുകാരുടെ അടുത്ത് കൊണ്ട് എനിക്ക് ഗൂഗിളിൽ നിന്ന് ഇങ്ങനെ മെയിൽ വന്നു, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് സാർ. 9ാം ക്ലാസ് വന്ന സമയത്ത് ഗൂഗിളിൽ നിന്ന് അവന് ഇൻവിറ്റേഷൻ വന്നു, നിനക്ക് ഇങ്ങോട്ട് വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ 9ാം ക്ലാസ്സിൽ വെച്ച് ഇവിടുത്തെ പഠനം നിർത്തി അയാൾ അമേരിക്കയിലേക്ക് പോയി. 12ാം ക്ലാസ് ആയപ്പോൾ അവനോട്ട് സിലിക്കൺ വാലി ഒരു സ്റ്റാർട്ടപ്പും തുടങ്ങി മസാച്യുസെറ്റ്സ് യൂണിവേഴ്സിറ്റി പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ഇവിടെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞ അധ്യാപകർ പറഞ്ഞ കുട്ടിയാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള ഇത് നമ്മൾ വിചാരിക്കും നമ്മളുടെ ഇവിടെയെങ്കിലും ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞത്. കാരണം ഇന്ന് ലോകത്ത് എവിടെയെങ്കിലും ടാലൻ്റ് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാനുള്ള സംഗതികൾ നമ്മുടെ ഈ ടൂൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അത്തരത്തിലൊരു വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മുടെ പിന്നെ ഇന്നിപ്പോൾ നമ്മുടെ കേരളത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ 2 നല്ല വിദ്യാഭ്യാസ മന്ത്രിമാരുണ്ടാവേണ്ട ഒരു സാഹചര്യമാണ്. അതെ. കാര്യം ഈ ഒരു ചുരുങ്ങിയ വർഷം ഒരു 2 വർഷമെങ്കിലും അപ്പുറത്തുള്ള കാലത്തെ കാണാൻ ശേഷിയുള്ള, 2 വർഷം വേണ്ട, ഞാൻ പറഞ്ഞത് 1 വർഷം അപ്പുറത്തേക്കുള്ള ഒരു കാലത്തെ കാണാൻ ശേഷിയുള്ള ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും അതേപോലെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടാവേണ്ട ഒരു സാഹചര്യമാണ്. അപ്പോൾ ആ ഒരു സാധ്യതകളിലേക്ക് നമ്മളെ മാധ്യമങ്ങളും പ്രധാനപ്പെട്ട മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ശ്രദ്ധ ചെലുത്തുന്നില്ല. നിർഭാഗ്യവശാൽ അതിനുള്ള യോഗം നമുക്കില്ല. പക്ഷേ വ്യക്തികൾക്കുണ്ട്. ഞാനിപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയെ കുറിച്ച് ആലോചിക്കരുത്. ഏതായാലും ഇപ്പോൾ പറഞ്ഞ പോലെ 2 വർഷത്തപ്പുറത്തേക്കല്ല, അടുത്ത മാസം എന്ത് സംഭവിക്കും നമുക്കറിയാം. തീർച്ചയായിട്ടും ടെക്നോളജിയിൽ, ഇൻഫർമേഷൻ ടെക്നോളജി. അതെ. ഇപ്പോൾ അടുത്ത മാസം ഈ ഫ്ലോ അതെ നമുക്ക് ലഭ്യമാവുകയാണെന്നുണ്ടെങ്കിൽ മാറുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതാണ്. അപ്പോൾ നമുക്ക് 2 വർഷം എന്ന് പറഞ്ഞാൽ വളരെ ദീർഘമായ ഒരു സമയമാണ്. അതെ. ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും നമ്മൾ പുതിയ ഈ IT രംഗത്ത്
ഉണ്ടായിക്കൊണ്ട ഏറ്റവും പുതിയൊരു മാറ്റമാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിയത്. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇനി വരാനിരിക്കുകയാണ്. അത് ഇപ്പം നമ്മൾ വ്യത്യസ്തമായ രാഷ്ട്രീയം മാത്രമല്ല നമ്മൾ പറയാറുള്ളത്, അല്ല ഇതിനകത്ത് അതെ ഇതുകൂടെ നമ്മൾ പറയണമല്ലോ. തീർച്ചയായും. അപ്പോൾ ഏതായാലും പ്രേക്ഷകർ ഇത് കണ്ടു കാണും. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ മാത്രമല്ല ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് സുനിലെ, ഈ കുട്ടികളെ ലഹരിയിലേക്ക് കൊണ്ടുപോകേണ്ടത് ഈ ലഹരിയിൽ നിന്ന് ഇതാവണം ലഹരി. ഈ ലഹരിയിലേക്ക് നയിക്കാൻ ആളില്ലാത്തതാണ് നമ്മുടെ കുട്ടികളെന്ന് രാസലഹരിയുടെ പിന്നാലെ പോകാൻ കാരണം. അതെ, ഈ കുട്ടികൾ ഫോൺ ഉപയോഗിക്കുന്നു, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു ഒക്കെ പരാതി പല പേരൻസിനും ഉണ്ട്. അവർ പരാതിക്ക് കാരണമുണ്ടായിരിക്കാം, പക്ഷേ അവരെ ക്രിയേറ്റീവായി ഇത്തരം കാര്യങ്ങളിലേക്ക് അവരെ ചാനലൈസ് ചെയ്താൽ, ഉദാഹരണത്തിന് ഇപ്പം ഫ്ലോ വന്നിരിക്കട്ടെ, ഒരു സങ്കല്പമുള്ളൊരു കുട്ടി അവൻ 5 മിനിറ്റ് കൊണ്ടോ അല്ലെ 10 മിനിറ്റ് ക്യാരക്ടർ ബിൽഡ് ചെയ്യും. ചിലപ്പോൾ ഒരു സ്റ്റോറി ഉണ്ടാക്കി അവൻ ചിലപ്പം എന്റർടൈൻമെന്റിൽ കൊടുക്കും. കാര്യം എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഇല്ലാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതാണ് 24/7 എന്റർടൈൻമെന്റ് വേണ്ട ആവശ്യമാണ്. ഇന്ന് ലോകം മുഴുവൻ അതിന്റെ ഒരു എക്കോണമിയിലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം 24 മണിക്കൂർ മനുഷ്യൻ എന്റർടൈൻമെന്റ് വേണം. അതെ, റെയിൽവേ സ്റ്റേഷനിൽ പോയി 2 മിനിറ്റ് വെയിറ്റ് ചെയ്താലും എന്റർടൈൻമെന്റ്, മൊബൈലിലേക്കാണ് പോകുന്നത്. ട്രെയിൻ അകത്ത് കയറി കഴിഞ്ഞാലും എന്റർടൈൻമെന്റ് വേണം. രാത്രി കിടക്കാൻ നേരവും നോക്കിയിട്ട് കിടക്കത്തുള്ളൂ. ഡ്രൈവ് ചെയ്യുമ്പോൾ വേണം. ഒരുപാട് പേര് പറയും നമ്മുടെ വീഡിയോ ഒക്കെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴാണ് ഓൺ ചെയ്ത് വെച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. മനസ്സിലായില്ലേ? ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സാധ്യതയാണ്. അപ്പൊ അത് കുട്ടികളിലേക്ക് ഇപ്പൊ ഈ കുട്ടികൾ ഈ മൊബൈൽ നോക്കുന്നത് ഒരിക്കലും അവരെ തെറ്റാന്ന് പറയാൻ പറ്റില്ല. അത് അവരുടെ കാലത്തിന്റെ അവരുടെ ഒരു ഭാഗമാണ്, അനിവാര്യതയാണ്. അപ്പോൾ ആ രീതിയിലേക്ക് ഈ ലഹരിയെ കൊണ്ടുപോകുമ്പോഴാണ് ഒരു വ്യക്തിയും സമൂഹവും സംസ്ഥാനവും ഒക്കെ ഒരു മറ്റ് തലങ്ങളിലേക്ക് ഉയരുക എന്നുള്ളത്. അതെ, തീർച്ചയായും നമ്മൾ വളരെ പോസിറ്റീവായ ഒരു മെസ്സേജാണ് കൊടുത്തത്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് ഇനിയും പങ്കുവയ്ക്കാം. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.